നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. തുടർച്ചയായ 7ാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പുറമെ ആദായ നികുതി സ്ലാബ് ഉയർത്തിയേക്കുമെന്നും സൂചനയുണ്ട്. റിപ്പോർട്ട് കാണാം. തുടർച്ചയായ 3ാം തവണയും വിജയക്കൊടി പാറിച്ച് അധികാരത്തിലേറിയതിന്റെ ആത്മവിശ്വാസത്തോടെയാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ 7ാം തവണയും ബജറ്റ് അവതരണത്തിന് എത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ കാര്യമായ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. 400 സീറ്റെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു അതിന് കാരണം. എന്നാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്കെത്താനാകാത്ത BJP ഇത്തവണ വേണ്ടതിലേറെ ഗൃഹപാഠം നടത്തിയാകും പ്രഖ്യാപനങ്ങൾ നടത്തുക. മുന്നിൽ 5 വർഷം ബാക്കിയുണ്ടെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ഇടം പിടിക്കുമെന്നാണ് വിലയിരുത്തൽ. സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത് ഇതിന്റെ സൂചനയാണ്. രാജ്യത്തിന്റെ ധനസ്ഥിതി ഏറെ തൃപ്തികരമെന്നതും GST വരുമാനവും പ്രത്യക്ഷ നികുതി വരുമാനവും സർവകാല റെക്കോർഡിൽ എത്തിയതും ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയേറ്റുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് ലാഭവിഹിതമായി കേന്ദ്രത്തിന് നൽകിയത് 2.1 ലക്ഷം കോടി രൂപയായിരുന്നു എന്നതും സാമ്പത്തിക ഭദ്രതയുടെ മറ്റൊരു തെളിവാണ്. ആദായ നികുതി ഘടനയിലെ മാറ്റം, ദേശീയ പെൻഷൻ പദ്ധതിയിൽ അഴിച്ചുപണി, കർഷകരെ ആകർഷിക്കാൻ കൂടുതൽ ആനുകൂല്യങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കൽ, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, യുവാക്കളെ തൃപ്തിപ്പെടുത്തൽ, അങ്ങനെ നിർമ്മലയുടെ കണക്ക് പുസ്തകത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം. രാവിലെ 8:40 ധനമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് ധനമന്ത്രാലയത്തിലേക്ക് യാത്ര തിരിക്കും. 9 മണിക്ക് ബജറ്റ് തയ്യാറാക്കിയ കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരോടൊപ്പം ഫോട്ടോ സെഷൻ. തുടർന്ന് ബജറ്റ് അവതരണത്തിന് അനുമതി തേടി രാഷ്ട്രപതിയെ സന്ദർശിക്കും. രാവിലെ 11 മണിക്ക് ബജറ്റ് അവതരണം ആരംഭിക്കും. കടക്കെണിയിൽ വരിഞ്ഞുമുറുകിയ കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉണ്ടാകുമോ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ തുടർ വികസന പ്രവൃത്തികൾക്ക് എത്ര? ദേശീയപാതാ വികസനത്തിന് തുക വകയിരുത്തുമോ? സിൽവർ ലൈനിൽ കേന്ദ്രത്തിന് മനം മാറ്റമുണ്ടാകുമോ? കാത്തിരിക്കുകയാണ് കേരളവും. KP അഭിലാഷ്, ബിസിനസ് ഡെസ്ക്, News 18.